ഇനി എറണാകുളത്തേക്ക് വരികയാണെങ്കിലും അവിടെയും മറ്റൊരു സംഭവം, കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടന്നുവെന്ന് പരാതി ഉയരുകയാണ്. ഇന്നലെ വൈകുന്നേരം നെട്ടൂരിൽ ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന കുട്ടികളെയായിരുന്നു തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടത്തിയത്. മിഠായി നൽകി തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയായിരുന്നു. കുട്ടികളുടെ മാതാപിതാക്കളുടെ പരാതിയിൽ പനങ്ങാട് പോലീസ് കേസെടുത്തിരിക്കുന്നു എന്ന വാർത്ത കൂടി വരുന്നു. സ്നേഹമോൾ നേരാൻ ചേർന്നുകൊണ്ട്. സ്നേഹ, കോഴിക്കോട് ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത കേട്ടങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ കൊച്ചിയിൽ എന്താണ് സംഭവിച്ചത്? ഏത് മേഖലയിലായിരുന്നു? ഏത് പ്രായമുള്ള കുട്ടികളെയാണ് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടന്നെന്ന പരാതി വരുന്നത്? പിന്നിൽ ആരാണ്? പോലീസ് എന്താണ് സംശയിക്കുന്നത്? കേസെടുത്തോ? ഇന്നലെ രാത്രി ഏകദേശം ഒരു 6:30 കൂടിയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. നെട്ടൂരിലായിരുന്നു ഈ സംഭവം. രാത്രി ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരവെയായിരുന്നു 10 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികളെ ബൈക്കിലെത്തിയ യുവാവ് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടത്തിയത്. സ്വാഭാവികമായും മഴയായിരുന്നു. അതിനാൽ തന്നെ ഇയാൾ റെയിൻകോട്ടും ഒപ്പം മാസ്കും ഒപ്പം ഹെൽമറ്റും ധരിച്ചായിരുന്നു എത്തിയത്. ആദ്യം കുട്ടികളുടെ കയ്യിൽ കുറച്ച് മുട്ടായി നൽകാൻ ഇയാൾ ശ്രമിച്ചിരുന്നു. കുട്ടികൾ ആദ്യം ഇത് വാങ്ങിച്ചു. അതിനുശേഷം അതിവിദഗ്ധമായിരുന്നു കുട്ടികൾ ഇയാളുടെ പക്കൽ നിന്നും രക്ഷപ്പെട്ടത്. കൂടെ ഉണ്ടായിരുന്ന ഒരു കുട്ടി പറഞ്ഞു മറ്റൊരു മുട്ടായും കൂടി തങ്ങൾക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടു. ഈ സമയത്ത് ഇയാൾ വാനിൽ നിന്നും, അതായത് ഇയാൾ ഇരുചക്ര വാഹനത്തിലാണ് എത്തിയത്. ഇയാളുടെ ഒപ്പം മറ്റൊരു വാഹനം കൂടി ഉണ്ടായിരുന്നു. ഈ വാഹനത്തിൽ നിന്നും മറ്റൊരു മുട്ടായി എടുക്കാൻ പോകുന്ന സമയമായിരുന്നു ഈ കുട്ടികൾ അതിവിദഗ്ധമായി തലനാരിഴയ്ക്ക് ഓടി രക്ഷപ്പെട്ടത്. കുട്ടികളുടെ മാതാപിതാക്കളുടെ പരാതി അനുസരിച്ച് ഈ കുട്ടികളുടെ അടുത്ത് ചില അശ്ലീല ചേഷ്ടകളും ഇയാൾ കാണിച്ചിരുന്നു. അതിക്രൂരമായി തന്നെയാണ് ഈ കുട്ടികളോട് പെരുമാറിയത്. ചില അശ്ലീല ചേഷ്ടകൾ കാണിച്ചിരുന്നു. അതിനുശേഷമായിരുന്നു ഈ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകാൻ ഇയാൾ ശ്രമം നടത്തിയത് എന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് ലഭ്യമായിരിക്കുന്ന CCTV ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് തന്നെ ഇയാളെ കുറിച്ചുള്ള സൂചനകൾ ലഭ്യമാകുന്ന രീതിയിലാണ് വരുന്നത്. അപ്പോൾ മറ്റൊരു വാഹനം കൂടി ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഇയാൾ മാത്രമായിരുന്നോ? അപ്പോൾ വലിയൊരു പദ്ധതി, ഒരു ആസൂത്രിത നീക്കമായിരുന്നോ ഇവർ നടത്തിയത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും പ്രതീക്ഷ, അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇയാൾ ഇരുചക്ര വാഹനത്തിലായിരുന്നു എത്തിയത്. ഇയാളെ പിന്തുടർന്ന മറ്റൊരു വാഹനം, അതൊരു വാനായിരുന്നു. ആ വാൻ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്നിലധികം ആളുകൾ ഈ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകാൻ പദ്ധതി ഇട്ടിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വെറും 10 വയസ്സ് മാത്രമാണ് പ്രായം. അതിവിദഗ്ധമായി തന്നെയായിരുന്നു ഈ കുട്ടികൾ ഇയാളുടെ പക്കൽ നിന്നും രക്ഷപ്പെട്ടിരുന്നത്. മറ്റൊരു മുട്ടായി വേണം, ഒരു തവണ മുട്ടായി നൽകാൻ ശ്രമിച്ചു. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഒരു കുട്ടി മറ്റൊരു മുട്ടായും കൂടി വേണമെന്ന് ആവശ്യപ്പെട്ടു. ഇതെടുക്കാൻ ഇയാൾ ഈ വാഹനത്തിൽ, അതായത് ഇയാളെ പിന്തുടർന്ന ഈ വാഹനത്തിലേക്ക് പോയ സമയമായിരുന്നു കുട്ടികൾ ഓടി രക്ഷപ്പെട്ടത്. ഏതായാലും മാതാപിതാക്കൾ പറയുന്നതനുസരിച്ച് ഇന്നലെ തന്നെ ഈ സംഭവം ഉണ്ടായി. ഇന്നലെ തന്നെ പോലീസിനോട് പരാതിപ്പെട്ടിരുന്നു. പക്ഷേ പോലീസ് ഈ പരാതി ഗൗരവമായി എടുക്കാൻ തയ്യാറായില്ല. അതിനുശേഷം ഇന്നായിരുന്നു പോലീസ് സ്ഥലത്തെത്തി ഈ കേസെടുത്തത് എന്ന് തന്നെയാണ് പറയുന്നത്. ഏതായാലും വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയായിരുന്നു കൺമുന്നിൽ വെച്ച്. അതായത് നെട്ടൂരിലാണ് ഗൗരവമേറിയ വിഷയമാണ്. പോലീസ് ഇന്നലെ തന്നെ കേസെടുത്ത് അതിവേഗം പരിശോധനകളൊക്കെ നടത്തിയിരുന്നെങ്കിൽ ഈ പ്രതികളെ, ഈ ശ്രമം നടത്തിയ ആളുകളെ പിടികൂടാമായിരുന്നു. അങ്ങനെ നെട്ടൂരിൽ നിന്നും വരുന്ന വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത നമ്മൾ ഏറ്റവും ഒടുവിൽ കണ്ടു. അതിന് തൊട്ടു മുൻപ് കോഴിക്കോട് സംഭവമാണ്. വെള്ളയിലും ഒരു കുട്ടിയെ ചാക്കിൽ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടത്തി. അത് നാട്ടുകാരാണ് ആ പ്രതികളെ കീഴ്പ്പെടുത്തിയത്, പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്ത്. 2 പ്രധാനപ്പെട്ട ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ് ഉണ്ടായത്.